ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിസൺ, ശ്രദ്ധിക്കുക. നമ്മൾ മുൻ ക്ലാസ്സുകൾ പറഞ്ഞ പോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, മിഡീവൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഇതിനെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്ത് നമുക്ക് കണക്കാക്കാം. ഒന്നെങ്കിൽ മിഡീവൽ ഇന്ത്യ എന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഗുജറാത്ത് ആക്രമിച്ച് കീഴടക്കിയതിന്റെ സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ച സ്മാരകം ഏതാണ്? ഗുജറാത്ത് ആക്രമിച്ച് കീഴടക്കിയതിന്റെ സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ച സ്മാരകം ഏതാണ്? വിച്ച് മോണമെന്റ് ഇൻ ഇന്ത്യ ഈസ് ബിൽഡ് ബൈ അക്ബർ ഓൺ ദി മെമ്മറി ഓഫ് കോൺകറിംഗ് ഖന്ദേഷ് ഇൻ ഗുജറാത്ത് എന്നാണ് ഇംഗ്ലീഷിലായിട്ട് ചോദ്യം. എന്ന് വെച്ചാൽ ഗുജറാത്തിലെ ഖന്ദേഷ് എന്ന സ്ഥലം അല്ലെങ്കിൽ ഗുജറാത്ത് അത് ആക്രമിച്ച് കീഴടക്കുന്ന സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ച സ്മാരകം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓർമ്മിക്കുക. ആൻസർ വരുന്നത് ബുലന്ദ് ദർവാസയാണ്. ശ്രദ്ധിക്കുക, ബുലന്ദ് ദർവാസ. ആഗ്രയിൽ ബുലന്ദ് ദർവാസയാണ് ഗുജറാത്ത് ആക്രമിച്ച് കീഴടക്കുന്നത്, അല്ലെങ്കിൽ ഗുജറാത്തിലെ ഖന്ദേഷ് ആക്രമിച്ച് കീഴടക്കുന്ന സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ച സ്മാരകത്തിന് പേര് ബുലന്ദ് ദർവാസ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ആഗ്രയിലാണ് ഓർമ്മിക്കുക. ഇനി ബുലന്ദ് ദർവാസ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ബുലന്ദ് ദർവാസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ഇൻ ഫ്രണ്ട് ഓഫ് ഫത്തേപൂർ സിക്രി. ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ഇൻ ഫ്രണ്ട് ഓഫ് ഫത്തേപൂർ സിക്രി. നമ്മുടെ ഫത്തേപൂർ സിക്രി ഉണ്ടല്ലോ, ആ ഫത്തേപൂർ സിക്രിയുടെ ഫ്രണ്ടിലുള്ള ഒരു കവാടമാണ് ഏത്? ബുലന്ദ് ദർവാസ എന്നുള്ളത്. ക്ലിയർ? ഫത്തേപൂർ സിക്രിയുടെ ഫ്രണ്ടിലുള്ള ഒരു കവാടമാണ്, ഗേറ്റ് വേ ആണ് ഏത്? ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ ഇസ് എ ഗേറ്റ് വേ ഇൻ ഫ്രണ്ട് ഓഫ് ഫത്തേപൂർ സിക്രി ബിൽറ്റ് ബൈ അക്ബർ ഓൺ ദി മെമ്മറി ഓഫ് കോൺകറിംഗ് ഖന്ദേഷ് എന്നുകൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആയിരിക്കും? ഇനി നമുക്ക് ഈ ഫത്തേപൂർ സിക്രി എന്താ നോക്കണം. ആഗ്രയിലുള്ള ഫത്തേപൂർ സിക്രിയുടെ ഫ്രണ്ടിലുള്ള കവാടമാണെന്നല്ല പറയുന്നത്. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ഇറ്റ് ആൾസോ ബിൽറ്റ് ബൈ അക്ബർ തന്നെയാണ് ഓൺ ദി മെമ്മറി ഓഫ് ഹിസ് ടീച്ചർ സെലീം ചിസ്റ്റി. അക്ബറിന്റെ ഗുരുവായ സെലീം ചിസ്റ്റിയുടെ സ്മരണയ്ക്ക് അക്ബർ നിർമ്മിച്ച സ്മാരകമാണ് ഫത്തേപൂർ സിക്രി. അക്ബറിന്റെ ഗുരുവായ സെലീം ചിസ്റ്റിയുടെ സ്മരണയ്ക്ക് അദ്ദേഹം നിർമ്മിച്ച സ്മാരകമാണ് ഫത്തേപൂർ സിക്രി. അതിന്റെ ഫ്രണ്ടിലുള്ള കവാടമാണ് നമ്മൾ ഏത് പറഞ്ഞത്? ഈ ബുലന്ദ് ദർവാസ എന്നുള്ളത്. ക്ലിയർ ആയിരിക്കല്ലോ? ഇനി ഇതോടൊപ്പം അക്ബറിന്റെ മറ്റു നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇബാദത്ത് ഖാന. ആഗ്രയിൽ തന്നെ ഫത്തേപൂർ സിക്രിക്ക് അടുത്ത് ഉള്ള ഒന്നാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു വർഷിപ്പ് സെന്റർ ആണ്. അതോടൊപ്പം ഇതൊരു റിലീജിയസ് ഹാൾ ഫോർ റിലീജിയസ് ഡിബേറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. വെച്ചാൽ മതപരമായ മതപുരോഹിതന്മാരെയും മത നേതാക്കന്മാരെയൊക്കെ വിളിച്ച് മതപരമായ ചർച്ചകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ, ചർച്ചകൾ അല്ലെങ്കിൽ ഡിസ്കഷൻ അതൊക്കെ നടത്താനുള്ള ഒരു വലിയ ഹാളാണിത് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് പഞ്ച്മഹൽ എന്നത്. പഞ്ച്മഹലും അക്ബർ നിർമ്മിച്ചതാണ്. ഒരെണ്ണങ്ങൾ ജോധാബായ് പാലസ് അല്ലെങ്കിൽ ജോധ പാലസ്. ഇതും ഫത്തേപൂർ സിക്രി തന്നെ. ജോധ പാലസ് അല്ലെങ്കിൽ ജോധാബായ് പാലസ് എന്ന് പറയുന്നത് വെച്ചാൽ അക്ബറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ഹിന്ദു ഭാര്യ അല്ലെങ്കിൽ രജപുത്ര ഭാര്യയായ ജോധാബായിയുടെ സ്മരണയ്ക്ക് അദ്ദേഹം നിർമ്മിച്ചതാണ് ജോധാബായ് പാലസ് അല്ലെങ്കിൽ ജോധ പാലസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 5 പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് അക്ബറിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് ഓർത്തിക്കുക. ഇതേപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് ഒരുപാട് നിർമ്മിതികൾ സ്മാരകങ്ങൾ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ശവകുടീരങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷേർഷയുടെ ശവകുടീരം സസാരം ചോദിക്കാറുണ്ട്. അക്ബറിന്റെ ശവകുടീരവും സിക്കന്ദറയാണ്. മുഗൾ ഭരണാധികാരികളുടെയൊക്കെ ശവകുടീരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ടോംബുകളൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഈ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് കണക്കാക്കണം. അപ്പൊ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക, മിഡീവൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഓർത്ത് വയ്ക്കുക. ബുലന്ദ് ദർവാസ അതുമായി ബന്ധപ്പെട്ട അക്ബറിന്റെ നിർമ്മിതികൾ പഠിച്ചു. ക്ലിയർ ആയിരിക്കും? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണ്, ഭരണഘടനയുടെ ഭാഗത്താണ് രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത്. ഇത് SSCക്കും ചോദിച്ചിട്ടുണ്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ഭാഗമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് ഓർത്തിക്കുക. എമർജൻസി എന്ന ആശയം കടമെടുത്ത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ്? ദി ഐഡിയ എമർജൻസി ടേക്കൺ ഫ്രം അല്ലെങ്കിൽ ബോറോഡ് ഫ്രം വിച്ച് കൺട്രി എന്നാണ്. എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടം വാങ്ങിയത് എന്നാണ്. എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടം വാങ്ങിയത് എന്നാണ് ചോദ്യം. ഓർമ്മിക്കുക, എമർജൻസി എന്ന ആശയം നമ്മൾ കടം വാങ്ങുന്നത് ജർമ്മനിയിൽ നിന്നാണ് നമ്മൾ എമർജൻസി എന്ന ആശയം നമ്മൾ കടമെടുത്തത്. ഇനി എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്താണെന്ന് നോക്കാം. എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഓഫ് ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 and 21 എന്ന് പറയാം. ആർട്ടിക്കിൾ 20 ഉം 21 ഒഴികെ മറ്റെല്ലാ മൗലിക അവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ എന്താ പറയുക? എമർജൻസി എന്ന് പറയുക. ക്ലിയർ? എമർജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഓഫ് ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 and 21. ആർട്ടിക്കിൾ 20, 21 ഒഴികെ നമ്മുടെ മറ്റെല്ലാ മൗലിക അവകാശങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് എമർജൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആശയം നമ്മൾ കടമെടുത്തത് എവിടുന്നാണ്? ജർമ്മനിയിലാണ് ഓർപ്പിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ മൂന്ന് നാഷണൽ എമർജൻസികൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ആർട്ടിക്കിൾ വരുന്ന ഒന്ന് പ്രധാനമായ ആർട്ടിക്കിൾ 352 352 എന്നത് നാഷണൽ എമർജൻസിയാണ്. 352 എന്ന് പറഞ്ഞാൽ നാഷണൽ എമർജൻസിയാണ്.
രണ്ടാമത് 356 ആണ്. ആർട്ടിക്കിൾ 356 സസ്പെൻഷൻ ഓഫ് ഇലക്ടഡ് ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ എമർജൻസി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ സസ്പെൻഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 352 52 എന്ന് പറഞ്ഞാൽ അത് 352 എന്ന് പറഞ്ഞാൽ അത് നാഷണൽ എമർജൻസി ആണ്. ദെൻ 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്, നെവർ ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇന്നേവരെ പ്രഖ്യാപിക്കാത്തതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതാണ് ആർട്ടിക്കിൾ 360 എന്നുള്ളത്. അപ്പൊ ഈ 3 ആർട്ടിക്കിൾ ഉണ്ട്. ഇനി ഇന്ത്യയിൽ ടോട്ടലി 3 തവണ മാത്രമേ ഇന്ത്യയിലാകെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചുള്ളൂ. അത് നമുക്ക് നോക്കാം. ഒന്ന് 1962 1962 ഡ്യൂ ടു ദ റീസൺ ഓഫ് ഇന്ത്യ ചൈന വാർ ഡിക്ലെയർഡ് ബൈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എമർജൻസി പ്രഖ്യാപിച്ചത് 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നതിന്റെ ഫലമാണ്. ഇന്ത്യ ചൈന യുദ്ധം നടന്നതിന്റെ ഫലമായിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. അത് 1962 പ്രഖ്യാപിച്ചത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ ഓർക്കുക, എമർജൻസി ഡിക്ലെയർ ചെയ്യാനും അത് പ്രഖ്യാപിക്കാനും അത് പിൻവലിക്കാനും അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. ഓർക്കുക, പ്രധാനമന്ത്രിക്കല്ല. പലപ്പോഴും പല കുട്ടികളും ഇന്ത്യയിൽ ആദ്യത്തെ എമർജൻസി അല്ലെങ്കിൽ 75 എമർജൻസി പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന ആൻസറൊക്കെ വരാമെന്ന് ഓർക്കുക. പ്രധാനമന്ത്രിയല്ല. എമർജൻസി പ്രഖ്യാപിക്കാനും പിൻവലിക്കാനും ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരം. അപ്പൊ ഒന്നാമത്തെ 1962 ഡ്യൂ ടു ദ റീസൺ ഓഫ് ഇന്ത്യ ചൈന വാർ ഡിക്ലെയർഡ് ബൈ ഡോക്ടർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ് പ്രഖ്യാപിച്ചത്. പിൻവലിച്ചത് വിഡ്രോൺ ബൈ ആരാണ്? ഡോക്ടർ സാക്കിർ ഹുസൈൻ ആണ്. ആ ആദ്യത്തെ നാഷണൽ എമർജൻസി പിൻവലിച്ചാൽ ഡോക്ടർ സാക്കിർ ഹുസൈൻ ആണ്. ഇനി രണ്ടാമത്തെ നാഷണൽ എമർജൻസി 1971 ആണ്, ഇന്ത്യ പാക് വാർ. ഇന്ത്യ പാക് യുദ്ധം 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യ പാക് യുദ്ധം 1971. അതിലാണ് രണ്ടാമത്തെ നാഷണൽ എമർജൻസി. അത് പ്രഖ്യാപിച്ചത് ആരാണ്? വി ഗിരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ, കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ വി ഗിരിയാണ് 1971 രണ്ടാമത്തെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. അത് പിൻവലിക്കുന്ന ആള് ഇന്ത്യയിൽ 2 തവണ ആക്ടിംഗ് പ്രസിഡന്റ് ആയ BD ജെട്ടിയാണ്. പിൻവലിച്ചത് 2 തവണ ആക്ടിംഗ് പ്രസിഡന്റ് ആയ BD ജെട്ടിയാണ് രണ്ടാമത്തെ നാഷണൽ. അപ്പൊ രണ്ടാമത്തെ നാഷണൽ എമർജൻസി 1971 ആണ്. ഡ്യൂ ടു റീസൺ ഓഫ് ഇന്ത്യ പാക് വാർ ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ബംഗ്ലാദേശ് ഡിക്ലെയർഡ് ബൈ വി ഗിരി വിഡ്രോൺ ബൈ BD ജെട്ടി. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ നാഷണൽ എമർജൻസി ആൻഡ് ഫൈനൽ. മൂന്നാമത്തെ നാഷണൽ എമർജൻസി 1975 ആണ്. ഡ്യൂ ടു ദി റീസൺ ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. ഡ്യൂ ടു ദി റീസൺ ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്. നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ആഭ്യന്തര ലഹളയുടെ ഫലമായിട്ടാണ് 1975 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. ഓർക്കുക, ഇന്ദിരാഗാന്ധി അല്ല പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1975 മൂന്നാമത്തെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി അത് പിൻവലിക്കുന്നത് ഞാൻ പറഞ്ഞു 2 തവണ ആക്ടിംഗ് പ്രസിഡന്റ് ആയ BD ജെട്ടി. രണ്ടാമത്തെ നാഷണൽ എമർജൻസി പിൻവലിച്ച BD ജെട്ടി തന്നെയാണ് മൂന്നാമത്തെ നാഷണൽ എമർജൻസി പിൻവലിക്കുന്നു. ക്ലിയർ? അപ്പൊ 62, 71, 75 ഇങ്ങനെ 3 കാലഘട്ടങ്ങളാണ് ഇന്ത്യയിൽ ആകെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. ഇനി ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ 356 ആദ്യമായി എവിടെയാണ്? ഞാൻ പറഞ്ഞു സസ്പെൻഷൻ ഓഫ് ഇലക്ടഡ് ഗവൺമെന്റ്. ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യുക, അവിടെ നിന്ന് പുറത്താക്കുക. അത് ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. EMS ഗവൺമെന്റ് 1959 EMS ഗവൺമെന്റ് ആർട്ടിക്കിൾ 356 പ്രകാരം പുറത്താക്കുന്ന കൂടി ഓർഡർ വയ്ക്കുക. ക്ലിയർ? അപ്പൊ ഇതാണ് എമർജൻസി. അപ്പൊ എമർജൻസി എന്ന ആശയം നമ്മൾ കടം കൊടുത്തത് എവിടുന്നാണ്? ജർമ്മനിയിൽ നടത്തുക. ഇന്ത്യയിൽ 3 തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആരാണ്, എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, കാരണങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടോപ്പിലുള്ളത്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ 2025 മുതൽ ആരുടെ ജന്മദിനമാണ് ദേശീയ പരാക്രം ദിവസമായി ആചരിക്കുന്നത്? 2025 മുതൽ ആരുടെ ജന്മദിനമാണ് ദേശീയ പരാക്രം ദിവസമായി ആചരിക്കുന്നത്? ഓർമ്മിക്കുക, നമ്മുടെ എക്സാമുകളെല്ലാം പൊതുവെ എല്ലാ എക്സാം, സെൻട്രൽ എക്സാമിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എക്സാമ്പിൾ ഡേയ്സിൽ ചോദിക്കും. ചില ആളുകൾ ജനിച്ചത്, ചില ആളുകൾ മരിച്ചത്, അതുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ ചോദിക്കും. അതിൽ ഒന്നാണത് ഈ 2025 മുതൽ ഒരാളുടെ ജന്മം, ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനം നമ്മൾ നാഷണൽ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്. അത് ആരുടേതാണ്? ഓർക്കുക, ജാനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ആ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 നമ്മൾ ഈ വർഷം മുതൽ ദേശീയ പരാക്രം ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ആചരിച്ചു തുടങ്ങിയത്. അതൊക്കെ അപ്പോൾ നോക്കേണ്ട, സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച നമുക്കറിയാം ഒഡീഷയിലെ കട്ടക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനം ജനുവരി 23. ആ ജനുവരി 23 ഈ വർഷം മുതൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി 23. അതാണ് ഈ വർഷം മുതൽ നമ്മൾ ദേശീയ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്ന കൂടി പഠിക്കുക. ക്ലിയർ? ഇനി ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കുറെ ആളുകളുടെ ജന്മദിനം, അവരുടെ മരണം, ഇതൊക്കെ ഡേയ്സുകളായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ ഞാൻ പറഞ്ഞത് അതിനോട് ചേർത്ത് നിങ്ങൾ മറ്റു ഡേറ്റുകളും കൂടി പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനുവരി 12 നമുക്കറിയാം നാഷണൽ യൂത്ത് ഡേ ഓൺ ദി കമമറേഷൻ ഓഫ് ദി ബർത്ത് ഡേറ്റ് ഓഫ് വിവേകാനന്ദ. വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. അതാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നാഷണൽ
യൂത്ത് ഡേ ആചരിക്കുന്നത് വിവേകം ജന്മദിനമാണ്. ഇനി ജനുവരി 30 എടുത്ത് നോക്കിയാൽ ജനുവരി 30 നമുക്കറിയാം ദാറ്റ് ഈസ് അസാസിനേഷൻ ഓഫ് ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ദിവസമാണ് ജനുവരി 30. അതാണ് നമ്മൾ നാഷണൽ മാർട്ടിയർഡം എന്ന് വെച്ചാൽ രക്തസാക്ഷിത്വ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി 30. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതേപോലെ ഫോർ എക്സാമ്പിൾ മെയ് 21 മെയ് 21 എടുത്ത് നോക്കുക. മെയ് 21 നമുക്കറിയാം എന്താണ് രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ട 1991 മെയ് 21 രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTT തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടു. ആ മെയ് 21 നമ്മൾ നാഷണൽ ആന്റി ടെററിസം ഡേ, നാഷണൽ ആന്റി ടെററിസം ദേശീയ ഭീകര വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത് മെയ് 21. ക്ലിയർ ആയില്ലോ. ഇതോടൊപ്പം തന്നെ ഇനി നമുക്ക് കിട്ടും ഇതേപോലെ തന്നെ മെയ് 21 കഴിഞ്ഞും അതോടൊപ്പം നോക്കിയാൽ നവംബർ 11 നോക്കി. നവംബർ 11 എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11. ആ നവംബർ 11 നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കും. നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം. അതാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കും. നാഷണൽ എഡ്യൂക്കേഷണൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. ഇനി നവംബർ 19 നോക്കിയത് നവംബർ 19 ആണ് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. ആ നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയിട്ട് നമ്മൾ നവംബർ 19 ഇന്ദിരാഗാന്ധി ജന്മദിനം നമ്മൾ ആചരിക്കും. അപ്പൊ നവംബർ 11 നവംബർ 19. ഇനി ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് എടുത്തു നോക്കി നമ്മള്. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടത് എന്താണ്? ഒക്ടോബർ 31. ഒക്ടോബർ 31 നമ്മൾ എന്താണ് നാഷണൽ റീഡെഡിക്കേഷൻ ഡേ. ഇന്ദിരാഗാന്ധി കൊലപാതകം നടന്നത് ഒക്ടോബർ 31 1984 ഒക്ടോബർ 31. ആ ഒക്ടോബർ 31 നമ്മൾ നാഷണൽ റീഡെഡിക്കേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ആ ഒക്ടോബർ 31 നാഷണൽ റീഡെഡിക്കേഷൻ ദേശീയ പുനരർപ്പണ ദിനം. പക്ഷെ അതിനോട് ഈ ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച ദിവസമാണ്. അത് നമ്മളിപ്പോൾ എന്തായിട്ട് ആചരിക്കുന്നത് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കും. അപ്പൊ ഒക്ടോബർ 31 2 ഡേറ്റുണ്ട്. ഒന്ന് ഇന്ദിരാഗാന്ധി കൊലപാതകം, അത് നാഷണൽ റീഡെഡിക്കേഷൻ ഡേ. അതേസമയം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ഒക്ടോബർ 31 അത് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇനി ഓർമ്മ ഡിസംബർ 6 നോക്കി. ഡിസംബർ 6 എന്നത് ഡോക്ടർ BR അംബേദ്കർ മരിച്ച ദിനമാണ്, അല്ലെങ്കിൽ ചരമദിനമാണ് ഡോക്ടർ BR അംബേദ്കർ ഡിസംബർ 6. അത് നമ്മൾ എന്താണ് ദേശീയ ബഹിഷ്കൃത ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓർത്തിക്കുക. ഡിസംബർ 6. അതോടൊപ്പം തന്നെ ഏപ്രിൽ 14 അംബേദ്കർ ജന്മദിനമാണ്. അത് നമ്മൾ ഭീം ജയന്തി അല്ലെങ്കിൽ അംബേദ്കർ ജയന്തി ആയിട്ട് ആചരിക്കേണ്ടതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡേറ്റുകളൊക്കെ ഉണ്ട്. ഈ ഡേറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അപ്പൊ ഇങ്ങനെ ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് ജനിച്ചതും മരിച്ചതും അല്ലാതെ ഉണ്ടാവാറുണ്ട്. പിന്നെ ആർമിയുടെ ചോദിക്കാറുണ്ട്. ജനുവരി 15 നേവി ഡേ ഡിസംബർ 4 ഈ വർഷം തിരുവനന്തപുരത്താണ് നടന്നത്. എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8 അങ്ങനെയുള്ള ടെറിട്ടോറിയൽ ആർമി ഡേ ഒക്ടോബർ 9. ഇങ്ങനെ ഡേറ്റുകളും ഫ്ലാഗ് ഡേ മറ്റെല്ലാ ഡേറ്റുകളും ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്കുകളാണ് പഠിച്ചത്. 1 എമർജൻസി, 2 നമ്മൾ അക്ബറിന്റെ നിർമ്മിതികൾ, 3ാമത്തെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകളുമായി ബന്ധപ്പെട്ട. അപ്പൊ ഡേറ്റ്സുകളോട് തീർന്നിട്ടില്ല, ഇനിയും കുറേയുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഈ 3 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറായ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകാനാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാൻ നല്ല ടോപ്പിക്കുമായി. അതുവരെ എല്ലാവർക്കും